So welcome back to our tele classes. അപ്പോൾ നമ്മൾ ഫോർത്ത് ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അപ് ടു റിഫൈനിങ് ഓഫ് മെറ്റൽസ്, റൈറ്റ്? അപ്പോൾ റിഫൈനിങ് ഓഫ് ദി മെറ്റൽസോട് കൂടി നമ്മൾ മെറ്റലർജിയുടെ കംപ്ലീറ്റ് സ്റ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് യുവർ SSLC സിലബസ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. അയൺ എങ്ങനെയാണ് ഇൻഡസ്ട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഷുവർ ക്വസ്റ്റൻ ആണ്. 4 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതുപോലെ തന്നെ 1 മാർക്സ് ഉണ്ടാവും, 2 മാർക്സിന് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിലേക്ക് ഇറങ്ങാം. സോ നെക്സ്റ്റ് ടോപ്പിക്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്ലസ് ടുവിലും ഈ സെയിം ടോപ്പിക്സ്, സെയിം ചാപ്റ്റർ, ഈ കംപ്ലീറ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ വീണ്ടും പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെയും ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അധികം സമയം കളയാണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സോ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഇതുവരെ മെറ്റലർജിയുടെ പല പല സ്റ്റേജുകൾ പഠിച്ചു. ആ എല്ലാ സ്റ്റേജസിൽ നിന്നും നമുക്ക് കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് ഓർ ഏതാണുള്ളത്, അല്ലെ? അപ്പോൾ അയണിന്റെ പ്രിൻസിപ്പൽ ഓർ എന്ന് പറയുന്നത് ഏതാണ്? Fe2O3 ആണ്, അതായത് ഹെമറ്റൈറ്റ്. ഓക്കെ, ഈ ഹെമറ്റൈറ്റ് ആണ് അയണിന്റെ പ്രിൻസിപ്പൽ ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കേസിലെയും പോലെ ആദ്യം തന്നെ ഓറിന് എന്ത് സംഭവിക്കും? ഓറിനെ നമ്മൾ പൗഡർ ചെയ്യും. ഓക്കെ, എന്താണ് പൗഡർ ചെയ്യും? അതിനെ വിളിക്കുന്ന വാക്കാണ് പൾവറൈസേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പൗഡേർഡ് ഓറാക്കി മാറ്റുക. അപ്പൊ ആദ്യം ഹെമറ്റൈറ്റിനെ പൗഡേർഡ് ഓറാക്കി മാറ്റും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ പൾവറൈസേഷൻ ചെയ്യും. ഓക്കെ, പൾവറൈസേഷൻ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞത് ആ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ Fe2O3 എന്ന് പറയുന്ന ഓറിന്റെ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഓക്കെ, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ Fe2O3 അല്ലെങ്കിൽ ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞ ഓറിനെ പൗഡർ ആക്കും. ദെൻ അതിനുശേഷം നമ്മൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിച്ച് അതിനകത്തെ ഇമ്പ്യൂരിറ്റീസിനൊക്കെ മാറ്റി നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും, അല്ലേ? ദെൻ കോൺസെൻട്രേഷൻ കഴിഞ്ഞ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആ ഫ്ലോ ചാർട്ട് വന്നത് ഇങ്ങനെയാണ്: കോൺസെൻട്രേഷൻ, ദെൻ രണ്ടാമത്തേല് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അതിനകത്ത് തന്നെ 2 സ്റ്റെപ്പ്. ഒന്നാമത്തെ എന്താണ്? കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ്. ദെൻ രണ്ടാമത്തെ എന്താണ്? റിഡക്ഷൻ, അല്ലേ? അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു, കോൺസെൻട്രേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ അടുത്തത് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അതിനകത്ത് തന്നെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ അതിനെ ഓക്സൈഡ് ആക്കി മാറ്റും. ഓക്സൈഡ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് കാൽസിനേഷൻ, രണ്ടാമത്തെ മെത്തേഡ് റോസ്റ്റിംഗ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ അതിനെ റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ചെയ്യുന്ന മെത്തേഡ് എന്താ? റോസ്റ്റിംഗ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? റോസ്റ്റിംഗ് ആണ്. അപ്പൊ ആദ്യം പൗഡേർഡ് ഓറാക്കി മാറ്റി, അതിന് നമ്മൾ ലെവിഗേഷൻ ചെയ്തു, പിന്നെ എന്താണ്? റോസ്റ്റിംഗ് ചെയ്തു. റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സൾഫർ, ഫോസ്ഫറസ്, ആർസനിക് ഇതെല്ലാം എന്താണ്? അതിൽ നിന്ന് പോകും. ഓക്കെ, ഇനി എന്താ? വാട്ടറും എന്താണ്? വാട്ടർ വേപ്പർ ആയിട്ട് എക്സ്പെൽ ആയിട്ട് പോകും. പക്ഷെ ഇത്രയൊക്കെ ഇമ്പ്യൂരിറ്റീസ് പോയാലും അതിനകത്ത് SiO2, സിലിക്ക ഡയോക്സൈഡ് അല്ലെങ്കിൽ സാൻഡ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി മാത്രം ബാക്കിയുണ്ടാവും. അതാണ് ഇതിനകത്തുള്ള മെയിൻ ഗ്യാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മുടെ മെയിൻ ഓർ എന്ന് പറയുന്നത് ഹെമറ്റൈറ്റ് ആണ്, Fe2O3. ആദ്യം നമ്മൾ അതിനെ പൗഡർ ഇട്ടു, അതായത് പൾവറൈസേഷൻ ചെയ്യും. ദെൻ പിന്നെന്താണ്? നമ്മൾ പൗഡേർഡ് ഓറിനെ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അടുത്ത സെറ്റ് എന്താ? അടുത്ത് നമ്മൾ അതിനെ റോസ്റ്റിംഗ് ചെയ്യും. റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ സൾഫർ, ഫോസ്ഫറസ്, ആർസനിക് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോവും, വാട്ടറും പോവും. പിന്നെന്താണ്? പിന്നെ അതിനകത്ത് ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാരാണ്? SiO2 അല്ലെങ്കിൽ സാൻഡ്, സിലിക്ക ഡയോക്സൈഡ്. ഓക്കെ, ഇതാണ് ഇപ്പോ Fe2O3 എന്ന് പറയുന്ന ഓറിലുള്ള ഒരേ ഒരു ഇമ്പ്യൂരിറ്റി. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. അതായത് ഈ പ്രോസസ്, എൻറ്റയർ പ്രോസസ്സ് നടക്കുന്ന ചെയ്യുന്ന നമ്മളെ ഒരു ബ്ലാസ്റ്റ് ഫർണസിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും അതിന്റെ അറേഞ്ച്മെന്റ്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോ ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് Fe2O3, നമ്മുടെ ഇത്രയും ചെയ്തെടുത്ത Fe2O3 ഓർ.
പ്ലസ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് കാൽഷ്യം കാർബണേറ്റ് CaCO3 പ്ലസ് പിന്നെ ആഡ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയുള്ള പ്രൊസീജിയർ കഴിഞ്ഞു, റോസ്റ്റിംഗ് അടക്കം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ Fe2O3 കാൽഷ്യം കാർബണേറ്റ് അതുപോലെ തന്നെ കോക്ക് ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫേർണസിലേക്ക് എന്ത് ചെയ്യും, ബ്ലാസ്റ്റ് ഫേർണസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി എന്താ നടക്കണമെന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് നമ്മുടെ കോക്കിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഈ കോക്ക് ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്തിലേക്ക് വരും. അടിഭാഗത്തിലേക്ക് വന്നിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഈ കോക്ക് എന്ന് പറയുന്ന സാധനം ഇതാണ് ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്തേക്ക് വന്നിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചൂട് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്ത് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ഏകദേശം 1800 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടുത്തെ ടെമ്പറേച്ചർ വരെ. പറഞ്ഞ കാര്യം എന്താ, നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് Fe2O3 ഹെമറ്റൈറ്റും കാൽഷ്യം കാർബണേറ്റ് അതുപോലെ തന്നെ കോക്ക് ഇത് മൂന്നും കൂടി ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ട് കൊടുക്കും. അതിനകത്ത് ഈ കോക്ക് ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്തിൽ വന്നിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കും. ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നതാണ് അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂട് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്ത് ടെമ്പറേച്ചർ അറൌണ്ട് 1800 ഡിഗ്രി സെൽഷ്യസ് വരെ വരും. ഓക്കെ, ഇനി എന്താ, ഇനി വരുന്ന പ്രൊസീജിയർ ശ്രദ്ധിച്ചോളൂ. ഈ കാർബൺ ഡയോക്സൈഡ്, ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് വീണ്ടും എന്ത് സംഭവിക്കുന്ന അറിയോ, കാർബൺ ഡയോക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും, അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. കാർബണുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഇത് എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ, ആദ്യം പറഞ്ഞത് എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നു, ചൂട് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കാർബൺ മോണോക്സൈഡ് വരെ വന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, കോക്കിന്റെ കാര്യം പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ആളാരാണ്, കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിന്റെ കാര്യം ശ്രദ്ധിച്ചോളൂ. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് നമ്മൾ മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് കാൽഷ്യം ഓക്സൈഡും അതുപോലെ എന്താണ് കാൽഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും കിട്ടും. ഇപ്പോ ഈ പറഞ്ഞ ഓറിൽ ഉള്ള ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് SiO2 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഗ്യാങ്. അപ്പോൾ ഈ ഗ്യാങ് എന്ന് പറയുന്നത് SiO2 എന്ന് പറയുന്നത് ഒരു അസിഡിക് ഗ്യാങ് ആണ്. അസിഡിക് ഗ്യാങ് ആണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒരു ബേസ് ആഡ് ചെയ്യും. ആ ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ഓക്കെ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഓറിലുള്ള ഗ്യാങ് എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണെങ്കിൽ നമ്മൾ ഒരു ബേസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആ വിളിക്കുന്ന ബേസ്, ആഡ് ചെയ്യുന്ന ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ഇനി ഇതിനകത്തുള്ള ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് ബേസിക് ഇംപ്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് അസിഡിക് ഫ്ലക്സ് ആയിരിക്കും. ഈ ഗ്യാങ്ങും അതുപോലെ തന്നെ ഫ്ലക്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്ന അറിയോ, സ്ലാഗ് ആയിട്ട് മാറും. അങ്ങനെ അത് ഇവിടെ നിന്ന് റിമൂവ് ആവും. ഓക്കെ, അതായത് ഈ SiO2 കളയാനായിട്ട് നമ്മൾ ഒരു ബേസിനെ ആഡ് ചെയ്യും. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് സ്ലാഗ് എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് ഇവിടുന്ന് പുറത്തു. ശ്രദ്ധിച്ചോ, അപ്പോൾ ഈ SiO2 അസിഡിക് ആയതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ബേസിക് ഫ്ലക്സ് ആണ് ഈ പറഞ്ഞ കാൽഷ്യം ഓക്സൈഡ്. ഈ കാൽഷ്യം ഓക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാൽഷ്യം കാർബണേറ്റിനെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ടുന്നത്. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡ് ആവും. ഈ കാൽഷ്യം ഓക്സൈഡ് അതായത് SiO2 എന്ന് പറയുന്ന അസിഡിക് ഗ്യാങ്ങിലേക്ക് ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ബേസിക് ഫ്ലക്സ് വരുമ്പോൾ അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് CaSiO3 ആയിട്ട് എലിമിനേറ്റഡ് ആയി പോകും. അപ്പൊ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരേ ഒരു ഇംപ്യൂരിറ്റി ആയ SiO2 എലിമിനേറ്റഡ് ആയി. പറഞ്ഞു മനസ്സിലായോ? ഇനി അടുത്തത് Fe2O3. Fe2O3നെ എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ.
അതിന് ഇപ്രകാരമാണ് ആ ഇക്വേഷൻ നടക്കുക. ഞാൻ ചെറിയൊരു ഗ്യാപ്പ്. ഓക്കെ, ഇക്വേഷൻ നടക്കുന്നത് ശ്രദ്ധിച്ചോളൂ. Fe2O3 കളർ മാറ്റി ഉപയോഗിക്കാം. Fe2O3യിലേക്ക് കാർബൺ മോണോക്സൈഡ് 3CO കാർബൺ മോണോക്സൈഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? 2Fe പ്ലസ് 3CO2. ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് Fe2O3നെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് പ്യുവർ അയൺ കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. അപ്പൊ ഞാൻ ഓടിച്ച എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി പറയാം. നമ്മുടെ മെയിൻ ഓർ എന്ന് പറയുന്നത് ഹെമറ്റൈറ്റ് ആണ്, അതായത് Fe2O3. അതിനെ നമ്മൾ ആദ്യം പൗഡർ ചെയ്യും. പൗഡർ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പൾവറൈസേഷൻ. പൾവറൈസേഷന് ശേഷം നമ്മൾ എന്താണ് അതിനെ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? കാൽസിനേഷൻ ഓർ റോസ്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റ് ചെയ്യുമ്പോൾ സൾഫർ, ഫോസ്ഫറസ്, ആർസനിക് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആവും. അതുപോലെ തന്നെ വാട്ടറും റിമൂവ് ആവും. പിന്നെ അതിനകത്തുള്ള ഒരേ ഒരു ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് SiO2 അല്ലെങ്കിൽ സാൻഡ് ആണ്. ഓക്കെ, SiO2 അല്ലെങ്കിൽ സാൻഡ്, സിലിക്ക ഡയോക്സൈഡ്, അതാണ് ഇതിനകത്ത് ഗ്യാങ്. ഇനി ഈ എൻറ്റയർ പ്രൊസീജിയർ നടക്കുന്നത് ഒരു ബ്ലാസ്റ്റ് ഫർണസിലാണ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ ഒരു അപ്പാരറ്റസിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റ് ഫർണസ്. ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ഹെമറ്റൈറ്റും കാൽഷ്യം കാർബണേറ്റും കോക്കും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ആദ്യം പറയേണ്ട ആള് കോക്ക്. കോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, കാർബൺ ആണ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്ത് ഈ കോക്കിലെ കാർബണും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ചൂട് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? അതിന്റെ മോൾ ഭാഗത്തായിട്ട് സെക്കൻഡ് റീജിയനിലായിട്ട് താഴേന്ന് രണ്ടാമത്തെ ലെവലിലായിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് റിയാക്ഷൻ നടത്തി എന്താവും? കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. കാർബൺ മോണോക്സൈഡിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ചൂട് വലിച്ചെടുക്കുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ആ ഭാഗത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? താഴത്തേനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് കോക്കിന്റെ കേസിൽ പറയാനുള്ളത്. അങ്ങനെ ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഈ കാൽഷ്യം കാർബണേറ്റിനെ കുറിച്ചിട്ടാണ്. കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ട്. ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് സിലിക്ക ഡയോക്സൈഡ് ആണ്, സാൻഡ് അല്ലെ. അത് ആസിഡ് ആണ്, ഒരു അസിഡിക് ഇമ്പ്യൂരിറ്റി ആണ് ഇതിനകത്തുള്ളത്. അസിഡിക്, അതായത് ഈ ഗ്യാങ്ങിന്റെ കൂടെ നമ്മൾ വേറൊരു കെമിക്കലും കൂടി ആഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. അങ്ങനെ ഈ ഗ്യാങ്ങും ഫ്ലക്സും കൂടി റിയാക്ട് ചെയ്ത് സ്ലാഗ് ആയിട്ടാണ് പുറത്തു വരിക. ഗ്യാങ് പ്ലസ് ഫ്ലക്സ് വിൽ ഗീവ് യു സ്ലാഗ്. സ്ലാഗ് ആയിട്ടാണ് നമ്മൾ ഇത് എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ഇതിനകത്തുള്ള ഗ്യാങ് അസിഡിക് ഗ്യാങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഒരു ബേസിക് ഫ്ലക്സ് വേണം. അപ്പൊ SiO2 എന്ന് പറയുന്ന അസിഡിക് ഗ്യാങ്ങിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ബേസിക് ഫ്ലക്സ് ആണ് ഈ കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റിനെ ഇട്ടുകൊടുക്കുക. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം ഓക്സൈഡ് കിട്ടും. അപ്പൊ ഈ കാൽഷ്യം ഓക്സൈഡ് ഈ സിലിക്ക ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം സിലിക്കേറ്റ് CaSiO3 ആയിട്ട് മാറി നമുക്ക് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ ഇതിനകത്ത് ആകെ ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റി ആയിരുന്ന SiO2 പോയി. അതെങ്ങനെയാ പോയത്? CaSiO3 ആയിട്ട് നമ്മൾ അതിനെ മാറ്റി അതിനെ പുറത്തേക്ക് കളഞ്ഞു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ കാര്യം കഴിഞ്ഞല്ലോ. ഇനിയുള്ളത് ആരാ? Fe2O3. ഈ കോക്ക് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാർബൺ മോണോക്സൈഡ് Fe2O3യുമായിട്ട് റിയാക്ട് ചെയ്ത് Fe2O3നെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് പ്യുവർ അയൺ കിട്ടും. ഇത്രയേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ലൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. വിൽ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മുൻപോട്ട് പോവാം. സോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ, വിച്ച് ഇസ് ദ പ്രിൻസിപ്പിൾ ഓർ ഓഫ് അയൺ. ഏതാണ് പ്രിൻസിപ്പിൾ ഓർ? ഹെമറ്റൈറ്റ്. Then what is the method of concentration? Levitation അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷ്. ദെൻ ഇനി എന്ത് പ്രോസസ്സ് നടക്കുക? കോൺസെൻട്രേറ്റഡ് ഓറിന് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ സൾഫർ, ഫോസ്ഫറസ്, ആർസനിക് ഒക്കെ ഗ്യാഷ്യസ് ഓക്സൈഡ് ആയിട്ട് മാറും. വാട്ടർ ഇസ് ഓൾസോ റിമൂവ്. Then what is the mixture added to the blast furnace? എന്താ ആഡ് ചെയ്യുന്നത്? റോസ്റ്റഡ് ഓർ, കാൽഷ്യം കാർബണേറ്റ്, കോക്ക്. വാട്ട് ഹാപ്പൻസ് ടു ദ കോക്ക്? എന്താണ്? കോക്ക് ഫർണസിന്റെ താഴത്തെ ഭാഗത്തേക്ക് പോകും. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ 1800 വരെ റൈസ് ചെയ്യാനുള്ള കാരണം? എന്താണ്? ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അത് ഹീറ്റ് റിലീസ് ചെയ്യും. വാട്ട് ഹാപ്പൻസ് ടു ദ കാർബൺ ഡയോക്സൈഡ് റൈസിംഗ്? ഈ താഴെ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡ് എന്ത് സംഭവിക്കും? അത് കാർബണുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതാണ് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് ഇവിടുത്തെ റീജിയനിലെ ടെമ്പറേച്ചർ താഴത്തേനെക്കാട്ടിയും കുറവാന്ന് പറയാൻ കാരണം? കാർബൺ മോണോക്സൈഡിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അത് ചൂട് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഇനി എന്താ? പിന്നെ എന്തിനാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്നത്?
കാൽഷ്യം കാർബണേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഇവിടുത്തെ അസിഡിക് ഗ്യാങ് ആയ സിലിക്ക ഡയോക്സൈഡ് SiO2 നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഫ്ലക്സ്, ഇവിടെ ആസിഡ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ബേസിക് ഫ്ലക്സ് ആണ് കാൽഷ്യം ഓക്സൈഡ്. ഇങ്ങനെയാണ് അത് റിമൂവ് ആവുക. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് SiO2 വിൽ ഗിവ് യു CaSiO3. ഫ്ലക്സും ഗ്യാങ്ങും കൂടി റിയാക്ട് ചെയ്ത് സ്ലാഗ് ആയിട്ട് റിമൂവ് ചെയ്യും. അതായത് നമുക്കുള്ള ഗ്യാങ് എന്ന് പറയുന്നത് അസിഡിക് ഗ്യാങ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ് ബേസ് ആയിരിക്കും. ഉള്ള ഗ്യാങ് എന്ന് പറയുന്നത് ബേസിക് ഗ്യാങ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ് ആസിഡ് ആയിരിക്കും. ഇനി അടുത്ത എന്താണ്, എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഹെമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യുക? Fe2O3 + 3CO will give you 2Fe + 3CO2. ഇത്രയുമാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് പിഗ് അയൺ. നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫേർണസിൽ നിന്ന് കിട്ടിയ മോൾട്ടൺ അയണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. ഓക്കെ, yes, the molten iron obtained from the blast furnace which has 4% of carbon and other impurities, it is called a pig iron. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫേർണസിൽ നമുക്ക് കിട്ടിയ മോൾട്ടൺ ആയിട്ടുള്ള 4% ഓഫ് കാർബണും മറ്റ് ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പിഗ് അയൺ എന്ന് വിളിക്കുക. ഇനി എന്താണ് കാസ്റ്റ് അയൺ? എങ്ങനെയാണ് നമുക്ക് പിഗ് അയണിനെ കാസ്റ്റ് അയൺ ആയിട്ട് മാറ്റാം? ഈ പിഗ് അയണിന്റെ കൂടെ കുറച്ച് അയൺ സ്ക്രാപ്പ്, പിഗ് അയൺ മിക്സ്ഡ് വിത്ത് അയൺ സ്ക്രാപ്പ് ആൻഡ് കോക്ക് ആൻഡ് ഈസ് മെൽറ്റഡ് ഇൻ എ സ്പെഷ്യൽ ഫേർണസ് ടു ഗെറ്റ് കാസ്റ്റ് അയൺ. പിഗ് അയണിന്റെ കൂടെ കുറച്ച് അയൺ സ്ക്രാപ്പും അതുപോലെ തന്നെ കുറച്ച് കോക്കും കൂടിയിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ കുറച്ചും കൂടി പ്യുവർ ആണ്. അതിനകത്ത് ആകെ 3% ഓഫ് കാർബണും മറ്റ് ഇമ്പ്യൂരിറ്റീസേ ഉണ്ടാവുള്ളൂ. പിന്നെ കാസ്റ്റ് അയണിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സോളിഡിഫൈ ചെയ്യുമ്പോൾ എന്താണ്, അത് മെൽറ്റ് ചെയ്യും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതിന് നമുക്ക് പല പല ഫോംസിലേക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയാണ് കാസ്റ്റ് അയണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് എന്താണ് റോട്ട് അയൺ. റോട്ട് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ. റോട്ട് അയൺ കിട്ടുന്നത് നമ്മൾ കാസ്റ്റ് അയണിനെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് റോട്ട് അയൺ ആക്കി മാറ്റും. അതിനകത്ത് വെറും 0.2 to 0.5% ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ പിഗ് അയൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാസ്റ്റ് ഫേർണസിൽ നിന്ന് കിട്ടുന്ന ആ മോൾട്ടൺ അയണിനെയാണ് പിഗ് അയൺ എന്ന് വിളിക്കുക. അതിനകത്ത് 4% വരെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം. പിഗ് അയണിനെ അയൺ സ്ക്രാപ്പും കോക്കും കൂടി മെൽറ്റ് ചെയ്ത് എടുത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കാസ്റ്റ് അയൺ എന്ന് വിളിക്കുക. അതിനകത്ത് കുറച്ചും കൂടി കുറവ് 3% ഇമ്പ്യൂരിറ്റീസേ കാണുള്ളൂ. കാസ്റ്റ് അയൺ എന്താണ്, മെൽറ്റ്സ് ആൻഡ് എക്സ്പാൻസ് ഓൺ സോളിഡിഫിക്കേഷൻ. ഇനി അടുത്ത റോട്ട് അയൺ. റോട്ട് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ അയൺ ആണ്. എങ്ങനെ കിട്ടുക, കാസ്റ്റ് അയണിനെ പ്യൂരിഫൈ ചെയ്തു. അതിനകത്ത് വെറും 0.2 to 0.5% ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇനി അടുത്ത എന്താണ് അലോയ് സ്റ്റീൽസ്. അലോയ് സ്റ്റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽസിലേക്ക് മറ്റ് മെറ്റൽസ് ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ വിളിക്കുക അലോയ് സ്റ്റീൽസ് വിളിക്കുക. അപ്പൊ എന്താണ് അലോയ് സ്റ്റീൽസ്? ദേ ആർ പ്രിപ്പയർഡ് ബൈ ആഡിങ് അതർ മെറ്റൽസ് ടു സ്റ്റീൽ. സ്റ്റീലിലേക്ക് മറ്റ് മെറ്റൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അലോയ് സ്റ്റീൽസ് പ്രിപ്പയർ ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് അലോയ് സ്റ്റീൽസിന് പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദ ഡിഫറെന്റ് കോമ്പസിഷൻസ് ഓർ കോമ്പണൻസ്. അതായത് അവരുടെ കോമ്പണൻസും കോമ്പസിഷനിലും വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരുടെ പ്രോപ്പർട്ടീസും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയ് സ്റ്റീൽസ് ആണ്. ഫസ്റ്റ് വൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിനകത്തുള്ളത് അയൺ, ക്രോമിയം, നിക്കൽ, കോപ്പർ. പ്രോപ്പർട്ടി എന്താണ്? അത് ഹാർഡ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാനുഫാക്ചർ ഓഫ് യൂട്ടൻസിൽസ്, പാർട്സ് ഓഫ് വെഹിക്കിൾസ്. അതായത് പാത്രങ്ങൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. കാരണം എന്താ? അത് ഹാർഡ് ആയതുകൊണ്ട്. രണ്ടാമത്തെയാണ് ആൽനിക്കോ. ആൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. ആൽനിക്കോ, എന്റെ കൂടെ അയണും കൂടി ഉണ്ട്. പ്രോപ്പർട്ടി എന്താ? മാഗ്നറ്റിക് നേച്ചർ ആണ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ടാണ് ആൽനിക്കോ യൂസ് ചെയ്യുക. ദെൻ നിക്രോം. നിക്രോം നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചതാണ്. ഹൈ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നിക്രോം എന്തിനാ യൂസ് ചെയ്യുക? ഫ്യൂസ് വയേഴ്സ് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽസിനൊക്കെ ആയിട്ടാണ് നമ്മൾ നിക്രോം യൂസ് ചെയ്യുക. ആരൊക്കെയുള്ളത്? അയൺ, നിക്കൽ, ക്രോമിയം ആൻഡ് കാർബൺ. പ്രോപ്പർട്ടി എന്താ? ഹൈ റെസിസ്റ്റൻസ് ആണ് ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയണിന്റെ കീഴിൽ വരുന്ന ടോപ്പിക്സ്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ, പൗഡറിങ്, റോസ്റ്റിംഗ് ഒക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റ് ഫേർണസിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, പിന്നെ കോക്കിനെ കുറിച്ച് പറയാം, കാൽഷ്യം കാർബണേറ്റിനെ കുറിച്ച് പറയാം, പിന്നെ ഹെമറ്റൈറ്റിന്റെ റിഡക്ഷൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പിഗ് അയൺ, റോട്ട് അയൺ, കാസ്റ്റ് അയൺ, ദെൻ അലോയ് സ്റ്റീൽസ്. ഓക്കെ അല്ലേ? വളരെ ഈസിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.